പരിധിയിൽ കേരളത്തിന്റെ പ്രധാന ഹർജി ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. 5 അംഗ ബെഞ്ചാണ് പരിഗണിക്കുക. ഓരോ സംസ്ഥാനത്തിനും എത്രമാത്രം കടമെടുക്കാമെന്ന് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കും. ഹർജിയിൽ ഭരണഘടനാ വിഷയം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനങ്ങൾക്ക് പുറമേ നിന്ന് കടമെടുക്കുവാനുള്ള അധികാര പരിധി ഉണ്ടോ എന്നും ഇതിൽ കേന്ദ്രത്തിന് എത്രമാത്രം നിയന്ത്രണം ഏർപ്പെടുത്താമെന്നും പരിശോധിക്കണമെന്നാണ് കോടതി അറിയിച്ചത്. വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിട്ടതോടെ അന്തിമ തീരുമാനം ആകുന്നത് നീളും. ഇടക്കാല ഉത്തരവ് വേണമെന്ന കേരളത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇടക്കാല ആശ്വാസവുമായി കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കോടതി തള്ളി. കോടതി ഇടപെടലിലൂടെ സംസ്ഥാനത്തിന് ആവശ്യമുള്ള പണം ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് കോടതി ആവശ്യം തള്ളിയത്. സംസ്ഥാനം സമർപ്പിച്ച ഹർജി ഭരണഘടനയുടെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ന് നിരീക്ഷിച്ച ജസ്റ്റിസുമാരായ സൂര്യകാന്ത, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ആർട്ടിക്കിൾ 165(3) പ്രകാരം 5 ജഡ്ജിമാർ ഉൾപ്പെടുന്ന ഭരണഘടനാ ബെഞ്ചിന് വിഷയം വിട്ടു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 131, 293 എന്നിവയുടെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഹർജിയിൽ ഉന്നയിക്കുന്നതെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഗവൺമെന്റിൽ നിന്നോ മറ്റ് സ്രോതസ്സുകളിൽ നിന്നോ കടമെടുക്കാൻ ആർട്ടിക്കിൾ 293 സംസ്ഥാനങ്ങൾക്ക് അവകാശം നൽകുന്നുണ്ടോ എങ്കിൽ യൂണിയന് അത് എത്രത്തോളം നിയന്ത്രിക്കാനാകും എന്നതാണ് മറ്റൊരു പ്രശ്നം. സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ കടമെടുക്കുന്നതും പൊതു അക്കൗണ്ടുകളിൽ നിന്ന് ഉണ്ടാകുന്ന ബാധ്യതകളും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293 പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ധനനയം സംബന്ധിച്ച ജുഡീഷ്യൽ അവലോകനത്തിന്റെ പരിധി എന്നിവ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. ഭരണഘടനയുടെ 293 അനുച്ഛേദം ഇതുവരെ ഒരു ആധികാരിക പ്രഖ്യാപനത്തിന് വിധേയമായിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി. വിഷയം 5 അംഗ ബെഞ്ചിന് വിടുന്നതാണ് ഉചിതമെന്ന് ബെഞ്ച് വിശദീകരിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിൽ കാര്യമായ തുക ലഭിച്ചിട്ടില്ല എന്നാണ് കോടതിയുടെ നിലപാട്. മാർച്ച് 8 നടന്ന യോഗത്തിൽ 5000 കോടി രൂപ നൽകാൻ കേന്ദ്രം സമ്മതിച്ചിരുന്നു. മാർച്ച് 19 8,842 കോടി രൂപയ്ക്കും 4,866 കോടി രൂപയ്ക്കും അനുമതി നൽകി. ഇത് മൊത്തം 13,608 കോടി രൂപയാണ്. ഇതോടെ ഇനിയൊരു ഇടക്കാല ആശ്വാസം കേരളത്തിന് ഉണ്ടാകില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം.